ഇത്ര ആയപ്പോൾ തന്നെ കാര്യം എന്താണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അത് തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. വൈകുന്നേരം എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ പ്ലാനാട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കൽ. ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് ഒരാൾ ചോദിക്കണു. എന്നാൽ പിന്നെ ഒറ്റ മൈൻഡിൽ ഉണ്ടാക്കാമെന്ന് എല്ലാവരും പറയണു. അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇനി ഞങ്ങൾ ആരാന്ന് പറഞ്ഞില്ലല്ലോ, നമ്മുടെ വീടിന് ചുറ്റുമുള്ള എല്ലാവരും ഒരു കുടുംബം പോലെ തന്നെയാട്ടോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒന്ന് വേണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ബിരിയാണി പ്ലാൻ കൊണ്ടുവന്നത്. അങ്ങനെ ബിരിയാണിക്കുള്ള ചിക്കനും കാര്യങ്ങളെല്ലാം റെഡിയാക്കി, ഇതുപോലെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാൻ എല്ലാവരും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. വൈകുന്നേരം പോയിട്ട് തന്നെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വന്നു. പിറ്റേന്ന് ഒരു 3 മണി, ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് ഞങ്ങൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയത്. എന്താ ഉച്ച കഴിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രിയുടെ ഭക്ഷണം കേട്ടോ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയത്. ബിരിയാണിക്കൊക്കെ ഈ സവാള അരിയുക, ഇഞ്ചി വെളുത്തുള്ളി ഗ്രൈൻഡ് ചെയ്യുക, പച്ചമുളക് വൃത്തിയാക്കുക, ഈ പരിപാടിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിനാണ് കുറച്ചുകൂടി സമയം എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വഴറ്റാനും കാര്യങ്ങളൊക്കെ സമയം എടുക്കും. അപ്പോൾ അതൊക്കെ മുൻനിർത്തി നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ചു. കുറച്ച് നേരം ഇവിടേക്ക് നിന്നിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ പാടത്തേക്ക് കളിക്കാൻ പോയ പിള്ളേരായിട്ടോ നിങ്ങൾ കണ്ടത്. പിന്നെ അവരുടെ ഏട്ടന്മാർ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ താനേ ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം, ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് തലയിൽ വെക്കുന്ന ഒരു വ്യക്തി എല്ലാവരുടെ കൂട്ടത്തിലും കാണുമല്ലോ. ഞങ്ങളുടെ കൂട്ടത്തിൽ അത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. ഞാനാണ് ഈ മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇവരുടെ എല്ലാവരുടെ മുന്നിൽ കുറച്ച് ഷൈൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് പൊതുവേ ഇങ്ങനത്തെ കാര്യങ്ങളോട് കുറച്ച് താല്പര്യം കൂടുതലുണ്ട്. അമ്മമാരുടെ ഒന്നും യാതൊരു സഹായവും വേണ്ടെന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് കൊണ്ട് അവരുടെ ഒന്നും ഹെൽപ്പും ചോദിക്കാൻ പറ്റില്ല. നല്ല റിസ്ക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഏറ്റെടുത്തതെന്ന് പതുക്കെ ഈ പ്രൊസീജിയർ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇവരെല്ലാവരും സപ്പോർട്ടിനുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ തുടങ്ങി. ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, അസാധ്യ ടേസ്റ്റാണ്. നമ്മൾ ഈ പരിപാടി സെറ്റ് ചെയ്തതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു മാവിലാണ് ഈ മാങ്ങയുള്ളത്. കുട്ടികളൊക്കെ മരത്തിൻ്റെ മുകളിലായിരുന്നു. എനിക്കത് നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവർ ആ മാങ്ങയൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് ഞങ്ങളും കഴിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ പതുക്കെ ബിരിയാണിക്കുള്ള പാത്രമൊക്കെ കൊണ്ടുവന്ന് അടുപ്പ് സെറ്റ് ചെയ്യലായിരുന്നു. എന്തൊക്കെ നോക്കിയിട്ടും ആ അടുപ്പ് ശരിയാവുന്നുണ്ടായിരുന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും വെച്ച് അവസാനമാണ് ഞങ്ങളൊന്ന് പാത്രം അടുപ്പിൻ്റെ മുകളിലൊന്ന് ഫിക്സ് ചെയ്തത്. അതിന് തന്നെ അത്യാവശ്യം സമയം പോയിട്ടുണ്ടായിരുന്നു. കാര്യം മുതിർന്നവരുടെ ഹെൽപ്പ് ചോദിക്കാൻ പറ്റില്ലല്ലോ. റാവുത്തർ ബിരിയാണിയാണ് പാലക്കാടുകാരുടെ സ്പെഷ്യലെങ്കിലും നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മലബാർ ബിരിയാണി തന്നെയാണ്. ഞാൻ എൻ്റെ വേല വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു മലബാർ ബിരിയാണി. അത് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ബിരിയാണിയുടെ റെസിപ്പി ഞാൻ അങ്ങനെ പറയുന്നില്ല, വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ യൂട്യൂബ് പറഞ്ഞെന്ന പോലെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഐശ്വര്യമായിട്ട് നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്തു. നമുക്ക് അത്രയും വലിയ ഗ്യാസ് ഇല്ല, അതുകൊണ്ടാണ് അടുപ്പിൽ കുക്ക് ചെയ്യാൻ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം കൂടി ഉണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഐ ഹോപ്പ് എല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇടുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ തക്കാളി ഇടണം. അങ്ങനെ ചെയ്തിട്ടൊരു റോസ്റ്റ് പരുവത്തിലാക്കിയെടുത്ത ചിക്കൻ ഇതാണ്. നമ്മളൊരു കറിയാണ് ബേസിക്കലി ഫസ്റ്റ് വെച്ചത്. അതിനുശേഷം നമ്മൾ പിന്നെ ദമ്മിട്ട് ഓൾറെഡി കുക്ക് ചെയ്ത റൈസ് മുകളിൽ വെച്ച് ദമ്മിടലാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഇതിൽ ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും എൻജോയ് ചെയ്യുന്ന കാര്യവും ഈ ഒരു സമയത്തുള്ള സംസാരവും നമ്മൾ ഈ ഒരു സമയം സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് ആയിരിക്കും. എനിക്കിപ്പോഴും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഞങ്ങൾ അന്ന് പറഞ്ഞ തമാശകളും കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ ഒന്ന് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു മസാല സെറ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു മസാല. അതിനിടയിൽ കൂടെ അമ്മ വന്നിട്ട് ഉപ്പില്ല എന്ന് പറഞ്ഞ് അമ്മ ഒന്ന് ഉപ്പ് ഇട്ട് സഹായിച്ചിട്ട് പോയി. ഞങ്ങളിവിടെയുള്ള പിള്ളേരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ബിരിയാണിയുടെ പ്ലാൻ സെറ്റാക്കിയെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. ഞങ്ങൾ ഈ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഒരുപോലെ ചോദിച്ചൊരു കാര്യം, ബിരിയാണി വെക്കാനായിട്ട് ഇപ്പോൾ എന്താ പ്രത്യേകത? എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസങ്ങളാണല്ലോ നമ്മൾ പൊതുവേ ബിരിയാണി വെക്കാറ്. ഇവിടെ ഞങ്ങൾ ന്യൂ ഇയറിനും ക്രിസ്മസിനും ഒക്കെ എല്ലാവരും കൂടി ചേർന്ന് ഇതുപോലെ ബിരിയാണി വെക്കാറുണ്ട്. ആദ്യമായിട്ടാണ് ഒരു കാര്യമില്ലാണ്ട് ബിരിയാണി കഴിക്കാൻ തോന്നിയിട്ട് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷനായിരുന്നു അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എനിക്കിപ്പോഴും ഈ കാണുന്നതൊക്കെ നമ്മുടെ വീട്ടിന് സൈഡിലുള്ള പാടങ്ങളാട്ടോ. ഇവിടെയൊക്കെ ഈ 5 മണിയാകുമ്പോഴേക്കും കുട്ടികളെല്ലാവരും വരും കളിക്കാനൊക്കെ. നമ്മുടെ പിള്ളേരൊന്നും ഇന്ന് അങ്ങനെ എല്ലാവരും പോയിട്ടില്ല. അവർ ഇടയ്ക്ക് പോകും, എന്നിട്ട് തിരിച്ച് വരും. കാര്യം ഇവിടെയാണല്ലോ മെയിൻ. ഇന്നത്തെ ദിവസം നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാണ്ടിരുന്നത് ഈ അടുപ്പിൽ നിന്ന് വന്ന പുക തന്നെയായിരുന്നു. ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണൊക്കെ ഇങ്ങനെ കണ്ണിക്കൂടെ വെള്ളം വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നെ ഈ ഇളക്കണ പരിപാടി, കാര്യം അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് തന്നെ കൈയൊക്കെ നന്നായി കടയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരാളുടെ കടയും അടുത്ത ആൾക്ക് കൊടുക്കും. അങ്ങനെ മാറിയിട്ടായിരുന്നു നമ്മൾ മിക്സിയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മാങ്ങയുടെ ടേസ്റ്റിനെ വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ്. കാര്യം അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു മാങ്ങയാണ്. വളരെ ചെറുതാണ്, ഒരു വലിയ നെല്ലിക്കയുടെ അത്രയും ആ മാങ്ങയുള്ളൂ. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അമ്മാതിരിയാണ്. അങ്ങനെ റെഡിയാക്കി ആ ചിക്കൻ്റെ മസാല ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് അതേ അടുപ്പിൽ തന്നെ നമ്മൾ റൈസിനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നെയ്യിൽ നമ്മുടെ ഹോൾ സ്പൈസസ് എല്ലാം പൊട്ടിച്ച് പിന്നെ ഓൾറെഡി സോക്ക് ചെയ്ത റൈസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആഡ് ചെയ്ത് കുക്ക് ചെയ്തെടുത്ത് ദമ്മിടുക, ഇതായിരുന്നു നമ്മുടെ ബേസിക് പ്ലാന്. അങ്ങനെ റൈസൊക്കെ കഴുകി എല്ലാം റെഡിയാക്കി നമ്മൾ വാർത്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഞങ്ങൾ 4 കിലോ അരിയാട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണി വെക്കാനായിട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന് ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം 4 കിലോ നമ്മളിതിൽ വെച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു പേടി ഉണ്ടെങ്കിലും പതിവിലും ശക്തിയോടെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. ആ ടെൻഷനൊക്കെ ഉള്ളിൽ ഒതുപ്പിച്ച് ചിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. ഇടയ്ക്ക് പാളിപ്പോകുന്നുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ തന്നെയാണല്ലോ കഴിക്കേണ്ടതും അതെങ്ങനെയുണ്ട് പറയേണ്ടതൊക്കെ നമ്മളായതുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇനി ബിരിയാണി വെക്കാൻ പോകുന്നവർക്ക് ഈ ഒരു ബിരിയാണി വെച്ച് ചെറിയ എക്സ്പീരിയൻസ് കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്ത അരിയാണല്ലോ നമ്മൾ അതിലേക്ക് ഇടുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ളൊരു ഫോർമുല നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ കറക്റ്റാവും. ഞങ്ങൾക്ക് ഇതിന് ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പല മൾട്ടിപ്പിൾ ബാച്ചായിട്ട് നമ്മൾ അരി വെള്ളം ഒഴിച്ചത്. അങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ട യാതൊരുവിധ ആവശ്യമില്ല. പക്ക അതിൻ്റെ വേവ് നോക്കി മനസ്സിലായവർക്ക് ഓക്കെ. അല്ലെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചാൽ പക്ക ടൈമിങ്ങിന് നമുക്ക് അരി പെർഫെക്റ്റ് ആയിട്ട് വരും. ഞങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് മൾട്ടിപ്പിൾ ബാച്ചായിട്ട് ഒഴിച്ചുകൊണ്ട് അത്രയും ടൈമും പോയി, നമുക്ക് അത്രയും ടെൻഷൻ അടിക്കേണ്ടി വന്നു. അതിനൊന്നും കാര്യമില്ല എന്ന് പിന്നെയാണ് മനസ്സിലായത്. പൊതുവേ നമ്മളിതുപോലെ ഗീ റൈസ് വെക്കുമ്പോൾ ചെയ്യാത്തൊരു കാര്യം ഞങ്ങളിതിൽ ചെയ്ത് സക്സസ് ആയത്, ഞങ്ങൾ ആ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ സ്റ്റോക്ക് കുറച്ചെടുത്ത് ഈ ഒരു വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫ്ലേവർ ഇതിലേക്ക് വരാനായിട്ട് അത് നല്ലൊരു തീരുമാനമായിരുന്നു. കാര്യം റൈസിന് നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. പിന്നെ ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ച് നമ്മളതിനെ അടച്ച് കുക്ക് ചെയ്തു. കുക്കായി കഴിഞ്ഞാൽ നേരെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ആ ഒരു ചിക്കൻ റോസ്റ്റിലേക്ക് ഈ ഒരു റൈസ് നമ്മൾ മാറ്റുക ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടെ മല്ലിയില, പുതിനയില, ഇതുപോലെ റൈസിൻസും കാഷ്യൂസും ഫ്രൈ ചെയ്ത് അത് നെയ്യിലാണ് ഫ്രൈ ചെയ്തത്. അതിങ്ങനെ ടോപ്പ് ചെയ്ത് വെച്ചു. ആ ഒരു ദമ്മിന് പ്രൊസീജിയർ നേരെ കാണിക്കാൻ പറ്റില്ല, സോറി. അങ്ങനെ നമ്മളത് അടച്ച് വെക്കുക ചെയ്ത് നല്ലൊരു വെയിറ്റ് വെച്ച് നമ്മളത് അടച്ച് വെച്ചു. ഒരു 1 hour കഴിഞ്ഞു. എല്ലാവരും വീട്ടിലേക്ക് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരുന്ന ആ ഒരു സമയം. പിന്നെ വന്നൊരു 1 മണിക്കൂർ ഇതുപോലെ വർത്താനമൊക്കെ പറഞ്ഞ് കളിയായിരുന്നു. ഇമ്പോസ്റ്ററാണ് കളിക്കുന്നത്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ ബിരിയാണിയുടെ പാത്രമൊക്കെ പൊട്ടിച്ച് അടിയിലുള്ള മസാല മാറ്റി റൈസ് സെപ്പറേറ്റ് ചെയ്യണമല്ലോ, ആ കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ തന്നെ ചെയ്യാം, എനിക്ക് ആരുടെ ഹെൽപ്പ് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. കുറച്ച് നേരം കഴിഞ്ഞത് എനിക്ക് കൈയൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. അമ്മയും വലിയമ്മയും ചേച്ചിയൊക്കെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ചെയ്തു തരാം, നീ വേണമെങ്കിൽ പോയി ഇരുന്നോ എന്നൊക്കെ പറഞ്ഞപ്പോഴും വേണ്ട, ഇതൊക്കെ ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് മണ്ടത്തരം പറ്റി. അതുകൊണ്ടാണ് ചക്കോടെ ഫേസ് അങ്ങനെ. പിന്നെ ഈ ഇമ്പോസ്റ്റർ കളിയിൽ ഞങ്ങൾ എല്ലാവരും ഒരു 1-1.5 മണിക്കൂറോളം ഇമ്പോസ്റ്റർ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൈസ് വിളമ്പിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ചിക്കനും വിളമ്പാനായിട്ട് പറ്റും. എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പീസ് കുറവും കൂടുതലൊക്കെ വരും. അത് അവോയ്ഡ് ചെയ്യാനാണ് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. കുറേ നേരത്തിന് ആ ഒരു സ്ഥലത്ത് പിന്നെ പറയണ്ടല്ലോ, ബിരിയാണിയുടെ ചെമ്പ് പൊട്ടിച്ചാലുള്ള മണം അങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊന്നും ക്ഷമ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം കൂടി കഴിയട്ടെ, നമുക്ക് 1-2 പേര് കൂടി നമ്മുടെ ഫാമിലിയിൽ വരാനുണ്ടായിരുന്നു. അവർ കൂടി വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഫൈനലി ഞങ്ങൾ ബിരിയാണി കഴിക്കാനായിട്ട് തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും എഫേർട്ട് അതിലുള്ളതുകൊണ്ട് തന്നെ ആ ബിരിയാണിയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഈക്വലി ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെയും എഫേർട്ടിന് ഒരുമിച്ച് റിസൾട്ട് വന്നപ്പോഴുള്ള സന്തോഷമാണ് നിങ്ങൾ എല്ലാവരുടെയും ഫേസിൽ കാണുന്നത്. പിന്നെ അവിടേക്കുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലീൻ ചെയ്തു, പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് അവിടെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.